ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബ്രെഡ് മസാലയാണ് കേട്ടോ. അങ്ങനെ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അത് ഉപ്പും മുളകും ചേർത്ത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു പകുതി വേവാകുമ്പോൾ തന്നെ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള അങ്ങനെ കൊത്തി അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അങ്ങനെ അത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിങ്ങനെ ചേർത്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. സോയാ സോസൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലായിരുന്നു, ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബ്രെഡ് ഓരോന്നിങ്ങനെ നിരത്തി വെച്ച് കൊടുത്ത് അത് 2 വശവും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് മതി. എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ബ്രെഡ് എടുക്കുക കേട്ടോ. അങ്ങനെ ബ്രെഡ് മുഴുവനും റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബ്രെഡ് ഈ വലുപ്പത്തിലൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുക കേട്ടോ മൊത്തം. അങ്ങനെ മുഴുവൻ ബ്രെഡും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്ത് ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബട്ടർ ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1.5 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു മൂത്ത് സ്മെല്ല് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ആ പൊടി ഒന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കണേ. ഞാൻ ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനത് മറന്നു പോയതായിരുന്നു. വെളുത്തുള്ളിയുടെ പേസ്റ്റില്ലേ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ബട്ടറിൽ ഫസ്റ്റ് ബട്ടർ ഇട്ടില്ല, ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ പാലൊക്കെ നന്നായി കുറുകി ഇങ്ങനെ വരും. ആ സമയത്ത് ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ റോസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആ മസാല അല്ലേ ഉണ്ടാക്കി വെച്ച അതും ഞാൻ ചിക്കനൊക്കെ ചേർത്തുണ്ടാക്കി വെച്ച ചില്ലിൻ്റെ മസാല അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ പാത്രം എടുത്തത്. അങ്ങനെ പുറത്ത് പോവാതെ നന്നായി ഇളക്കി കൊടുക്കുക. ചിക്കൻ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസും കുറച്ച് മയോണൈസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി. റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള മയോണൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മറ്റേ മയോണൈസ് ആണെങ്കിൽ അതായാലും മതി. ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.